നമ്മുടെ സമൂഹത്തിൽ ഇപ്പം കുറേ അധികം ആൾക്കാർക്ക് ഉള്ള ഒരു അസുഖമാണ് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം. ഇങ്ങനെ പ്രമേഹം വരുമ്പം നമ്മൾ ഈ സർജനെ കാണിക്കാനും അല്ലെങ്കിൽ നമുക്ക് സർജറി ഡോക്ടറെ കാണിക്കാനുള്ള ആവശ്യം എപ്പോഴാണ് വരിക? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് കാലിൽ എന്തെങ്കിലും പൊട്ടുണ്ടെങ്കിലോ മുറിവുണ്ടെങ്കിലോ കാലിൻ്റെ കളറിൻ്റെ വ്യത്യാസം വരികയാണെങ്കിലോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഒരു സർജൻ ഡോക്ടറെ കാണിച്ചിട്ട് അതിലെന്താ പ്രശ്നം എന്ന് അറിയേണ്ടത്. നമ്മൾ ആദ്യം നമുക്ക് എപ്പോഴും ഒരു ചെറിയ മുറിവ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് ചെറിയ മുറിവല്ലേ, അത് ഉണങ്ങിപ്പോവും, നോക്കണ്ട എന്ന് വിചാരിക്കും. പിന്നെ പലപ്പോഴും അതിനെ നമ്മൾ ആദ്യത്തെ ഇതിൽ കാണാത്തപ്പം അത് വലുതായിട്ട് പിന്നെ കാല് മുറിച്ച് മാറ്റേണ്ട സ്ഥിതി വരെ എത്തുമ്പോഴാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടെങ്കിലും ആദ്യം ഒന്ന് പോയിട്ട് അതിൽ എത്രത്തോളം പഴുപ്പുണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് അതിനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെയുള്ള പ്രശ്നം, നമുക്ക് ഷുഗർ വരുമ്പോൾ നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പത്തി എന്നുള്ളൊരു അസുഖം കൂടെ അതിൻ്റെ കൂടെ വരും. നല്ല ഷുഗർ വരുമ്പോൾ ആ സമയത്ത് നമുക്ക് കാലിൽ തൊടുന്നത് അറിയാത്തതും കാലിലൊരു പൊട്ട് വന്നാൽ അറിയാനൊക്കെ ഭയങ്കര അധികം വൈകും. അപ്പം നമ്മൾ നോക്കേണ്ടത് എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കാലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മുറിവുണ്ടോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഒരു സർജനെ കാണിച്ചിട്ട് ആ മുറിവ് ഭയങ്കര ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അഥവാ അതിലെന്തെങ്കിലും പഴുപ്പുണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഴുപ്പ് എടുക്കലും പിന്നെ മരുന്ന് കഴിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.